ചെടികളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഫ്ലോറൽ വ്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സ്നേക്ക് പ്ലാന്റ് എങ്ങനെ വീട്ടിൽ ഈസിയായി വളർത്താം എന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഈ സ്നേക്ക് പ്ലാന്റ് വീട്ടിൽ വളർത്തുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ ഓക്സിജൻ നൽകുന്ന ഒരു വീട്ടുചെടി കൂടിയാണ് ഇത്. വാസ്തുപ്രകാരം വീട്ടിൽ ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഈ ചെടി വെക്കാവുന്നതാണ്. ഈ ചെടിക്ക് പ്രത്യേകിച്ച് വലിയ കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല. മാസത്തിലൊരിക്കൽ ഇങ്ങനെ ജസ്റ്റ് ടവൽ നനച്ചൊന്ന് തുടച്ചു കൊടുത്താൽ മതി. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഇലകൾക്ക് നല്ലൊരു തിളക്കം കിട്ടും. നന്നായി നീർവാർച്ചയുള്ള പോട്ടിംഗ് മിശ്രിതമാണ് ഇതിന് അനുയോജ്യമായത്. ഇതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന വളങ്ങൾ ഏതൊക്കെയാണെന്ന് കാണിക്കാം. ആദ്യം നമുക്ക് വേണ്ടത് മണ്ണ്, പരമാവധി മേൽമണ്ണ് യൂസ് ചെയ്യുക. പിന്നെ വേണ്ടത് ചകിരിച്ചോറ് അഥവാ കൊക്കോപീറ്റ്. പിന്നെ വേണ്ടത് അറക്കപ്പൊടി അല്ലെങ്കിൽ മരപ്പൊടി. ഇനി നമുക്ക് വേണ്ടത് ചാണകപ്പൊടി. കുറച്ച് കരിയിലയും യൂസ് ചെയ്യാവുന്നതാണ്. അതാകുമ്പോൾ ചട്ടിയിൽ വെയിറ്റ് കുറക്കാൻ നമ്മളെ സഹായിക്കും. പിന്നെ വേണ്ടത് എല്ലുപൊടിയാണ്. എല്ലുപൊടി എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് മുട്ടത്തോടാണ് ഞാനിപ്പോൾ പൊടിച്ചു ചേർക്കുന്നത്. കുറച്ച് വെളിച്ചവും വെള്ളവും മാത്രം മതിയായതുകൊണ്ട് ചട്ടിയിൽ വളർത്താനും വീടിനുള്ളിൽ വളർത്താനും അനുയോജ്യമാണ്. മണ്ണ് വരണ്ടതായി തോന്നുമ്പോൾ മാത്രം ചെടി നനച്ചാൽ മതി. തണുപ്പുള്ള കാലാവസ്ഥയിൽ ഈ ചെടികൾ 2 മാസം വെള്ളമില്ലാതെ ജീവിക്കും. വേനൽക്കാലത്ത് 2 ആഴ്ചയിലൊരിക്കൽ മാത്രം വെള്ളമൊഴിച്ചാൽ മതി. ഇങ്ങനെ ഡെക്കറേഷൻ സ്റ്റോൺ വെച്ചിട്ടും നമുക്ക് ചെടിയുടെ ഭംഗി കൂട്ടാം.